ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള അമൃത ഹെറിറ്റേജിലാണ്. മനോഹരമായി പുനർനിർമ്മിച്ചിരിക്കുന്ന ഈ മാളിക കൊളോണിയൽ സൗന്ദര്യശാസ്ത്രവും തനതായ തിരുവിതാംകൂർ വാസ്തുവിദ്യയും ചേർന്ന് ആധുനിക സൗകര്യങ്ങൾ നമുക്ക് നൽകുന്നു. അമൃത ഹെറിറ്റേജിന്റെ സവിശേഷതകളെ കുറിച്ച് അതിന്റെ MD കൃഷ്ണപ്രസാദ് സാർ നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാം. ബേസിക്കലി ഫാദർ സ്റ്റാർട്ട് ചെയ്തതാണ് അമൃത ഹോട്ടലിൽ. പക്ഷെ ഈ ബിൽഡിംഗ് വന്നിട്ട് ഫാദർ 1950s മേടിച്ചാണ്. ഇതൊരു മോർ ദാൻ 100 years ഓൾഡ് ബിൽഡിംഗ് ആണ്. ഇതൊരു ട്രഡീഷണൽ കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു ബിൽഡിംഗ്. അത് ഞാൻ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്ത് 5 റൂംസ് ഉണ്ട്, എല്ലാം കൊളോണിയൽ സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് അതേപോലെ റിസ്റ്റോർ ചെയ്ത് ഒരു 50 seat റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ നമുക്കൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ലോൺ. അപ്പോൾ നമുക്ക് ബാങ്ക്വറ്റ് പിന്നെ ഈവനിങ്ങിലുള്ള സർവീസസിനൊക്കെ ആ സ്പേസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പം ഇത് ബേസിക്കലി ഒരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ്. അല്ല, ഇത് പണ്ട് തൊട്ടേ ഞങ്ങളുടെ ഹോട്ടൽ അമൃതയുടെ ഒരു ഭാഗമായിരുന്നു. സാർ ഇവിടെ എന്താണ് ഒരു ഫെസിലിറ്റി, എന്തൊക്കെ ഫെസിലിറ്റി? ഞങ്ങൾക്ക് ഇവിടെ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ അമൃത ഹോട്ടല് ഒരു ലെഗസി ഉള്ള ഒരു എല്ലാ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു ഇതാണ്. ഇവിടെ പ്രേം നസീർ സാറ് തൊട്ട് സുരേഷ് ഗോപി, ജയറാം സാർ വരെ ഉള്ളവരെ ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ്. ഇതിന്റെ ഓപ്പണിങ്ങും സുരേഷ് ഗോപി സാറാണ്. ഇപ്പം അമൃത ഹെറിറ്റേജ് ആയിട്ട് നമ്മൾ നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അദ്ദേഹം തന്നെയാണ്. അവരൊക്കെ അവരുടെ തുടക്കകാലം മുതലേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. പിന്നെ ഞാൻ ഈ പഴയ ബിൽഡിങ്ങിനെ ഞാനങ്ങ് ഹെറിറ്റേജ് ആക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ആണെങ്കിലും പിന്നെ ഞങ്ങളുടേതായ നൊസ്റ്റാൾജിയ പഴയ സ്റ്റൈലിലുള്ള കുറേ ഡിഷസ്. ഇത് വളരെ പോപ്പുലറാണ് ഞങ്ങളുടെ കോഹിനൂർ റെസ്റ്റോറൻറ്റ്. ഇതാണ് നമ്മളെ ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ എന്തെല്ലാം ഫങ്ഷൻസ് ഒക്കെ നമുക്ക് നടത്തണമെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം ഒരു 150 packs ചെയ്യാം. പിന്നെ നമ്മൾ പ്രോപ്പർട്ടി ആസ് സച്ച് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തും നമ്മൾ ആ ഫെസിലിറ്റി കൊടുക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഇത് വേണം, ഒരു എക്സ്ക്ലൂസീവ് ഒരു ഇത് വേണമെങ്കിൽ യു വിൽ ബ്ലോക്ക് ദ ഹോൾ പ്രോപ്പർട്ടി ഇൻക്ലൂഡിങ് റൂംസ്, റെസ്റ്റോറൻറ്റ്, ലോൺ ഏരിയ, ഹോൾ പ്രോപ്പർട്ടി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതിൻ്റെ ഒന്നും തന്നെ മാറ്റാതെ ആ പഴയ രീതിയിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി റിസ്റ്റോർ ചെയ്തെടുക്കുകയായിരുന്നു. ഇനി തിരുവനന്തപുരത്ത് വരുമ്പോൾ അമൃത ഹെറിറ്റേജ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് കാലാതീതമായ ഒരു വിശ്രമ കേന്ദ്രവും ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റുമാണ്. കാഴ്ചകൾ തുടരുന്നു.